നമസ്കാരം. പേർളി മാണി ക്ഷമാപണം നടത്തിയിട്ടും പേർളി മാണിയെ വിടാതെ വിമർശനം തുടർന്ന് വിദ്യാർത്ഥി പ്രതിഷേധത്തെ അനുകൂലിച്ചവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫോളോവേഴ്സിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ പേർളി അടുത്ത അടവുമായി എത്തിയതാണെന്നാണ് വിമർശകർ വാദിക്കുന്നത്. തന്റെ വിവാദ പ്രസ്താവനയിലെ വാക്കുകൾ എടുത്തു പറഞ്ഞ് പേർളി മാണി വിശദീകരിച്ച് രംഗത്ത് വരുന്നുണ്ട്. തെറ്റുപറ്റിയെന്നും തെറ്റിനെ വ്യാഖ്യാനപ്പെടുത്തുകയും ക്ഷമ ചോദിച്ച് രംഗത്തെത്തുകയും ചെയ്തു. വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും പേർളിയുടെ വാക്കുകളെ വളച്ചെടുക്കുകയും ചെയ്തതാണ് എന്നും പേർളി ക്ഷമ ചോദിച്ചു. ഇയാളെ പരാജയപ്പെട്ട ഫിലിം മേക്കർ എന്ന് വിളിച്ചതായിരുന്നു ക്ഷമാപണം നടത്തിയത്. എന്നാൽ ഇതൊന്നും വിമർശകർ കാര്യമാക്കി എടുക്കുന്നില്ല. പേർളിയുടെ ക്ഷമാപണത്തിൽ ആത്മാർത്ഥതയില്ല എന്നതാണ് ഇവരുടെ വാദം. അടുത്ത കാലത്തൊന്നും പേർളി മാണി ഇത്രയും വലിയ വിവാദത്തിൽ അകപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. പേർളിയെ വിമർശിച്ച് പോസ്റ്റുകൾ തുടരെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കിട്ടിയ അവസരത്തിൽ അനാവശ്യവുമായി കുറ്റപ്പെടുത്തുന്നവർ ഏറെ തന്നെയാണ്. ഈ ക്ലാരിഫിക്കേഷൻ പോലും സത്യസന്ധമായി തോന്നുന്നില്ല എന്ന് തോന്നിയവർ ഇവിടെയുണ്ട്. പലർക്കും അഭിനയം പോലെ തോന്നിയതും ഉണ്ട്. എത്ര വെളിപ്പെടുത്തിയിട്ടും കാര്യമില്ല. പോയ ഫോളോവേഴ്സ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നാണ് പേർളിയെ വിമർശിച്ച് നിരവധി പേർ രംഗത്ത് വന്ന് സംസാരിക്കുന്നത്. പേർളി മാണി CJPക്കെതിരെയും പ്രൊട്ടസ്റ്റിനെതിരെയും നടത്തിയ ഒരു വിവാദ പരാമർശം തന്നെയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയൊരു കാരണം അത് തന്നെയാണ്. ഇവർ കളിയാക്കി പേർളി മാണി ഇവരെ എന്തിനാണ് ഇത്രമാത്രം ആക്ഷേപിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് എന്നും ഇൻസ്റ്റാഗ്രാമിലെ ഒരു സ്റ്റോറിയിലൂടെ തുടക്കമിട്ട കാര്യം ഇപ്പോൾ പേർളി മാണിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നായി മാറിക്കഴിഞ്ഞു. അത് സഹിക്കാതെ പേർളി മാണി എല്ലാ വിമർശനത്തിലും വിശദീകരിച്ച് രംഗത്ത് വന്നത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. ഇതൊരു ആത്മാർത്ഥമില്ലാത്ത, വെറുതെ വെളിപ്പെടുത്തുന്ന, എല്ലാം വെളിച്ചം കൊണ്ടുവരുന്നത് പോലെ ഒരു സംഭവമാണ് എന്നും വെള്ളപ്പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല എന്നും മുഖം എന്താണെന്നും യഥാർത്ഥമായി തങ്ങൾ സപ്പോർട്ട് ചെയ്ത് എന്തിനാണെന്നും മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് വിമർശകർ എത്രയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റുകളെ രേഖപ്പെടുത്തുക. പേർളി മാണി ഇഷ്ടമാണെന്ന കാര്യം കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.